ഇപ്പം പ്രിണി എന്ന് പറഞ്ഞ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. കാരണം ഇവിടെ നിന്ന് അടുത്ത വില്ലേജിൽ പോകണമെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട്. അപ്പം അത് നടക്കുന്നത് നടപടിയാകില്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് ഒരു ടാക്സിയെ കിട്ടിയത് 700 രൂപ പൊട്ടും. വേറെ വഴിയില്ല. കാരണം അവിടെ എന്തോ ചെക്ക് പോസ്റ്റും അങ്ങനത്തെ കാര്യങ്ങളും ഉണ്ട്. അതുകൊണ്ട് 700 രൂപയാകും. പക്ഷെ എനിക്ക് പോകണമെന്നുള്ള ഒരു വില്ലേജാണ്. അപ്പൊ എന്തായാലും ഫുഡ് കഴിച്ചിട്ട് മുകളിലോട്ട് കയറാന്ന് ഡ്രൈവർ തന്നെ പറഞ്ഞു. അവൻ ഫുഡ് കഴിക്കാൻ പോകും. വെൽക്കം ടു സേതൻ വില്ലേജ്. ഇവിടുത്തെ അടുത്ത ഹിഡൻ വില്ലേജ് ആണ്. ഇവിടെ റൂംസ് അല്ലെങ്കിൽ ഹോസ്റ്റൽ തപ്പി നടക്കുകയാണ്. ഏറ്റവും കുറഞ്ഞ വിലയ്ക്കുള്ളത്. അപ്പം താഴത്തൊരു ചേച്ചി പറഞ്ഞു ഇവിടെ എന്തുകൊണ്ടെന്ന്. അങ്ങനെ പോയി നോക്കാൻ പോവാ. ഞാനിപ്പോ സേതനിലാണ് ഗൈസ്. ഇപ്പം ഇവിടെ വന്നു, ഒരു റൂം എടുത്തു. 400-500 രൂപയ്ക്ക് 2 ദിവസത്തെ റൂം കിട്ടി. നല്ല രസമില്ലേ? മുകളിലോട്ട് നടന്ന് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോ പോയി നോക്കാന്ന് വിചാരിച്ചു. ഒരു 2 ദിവസം ഇവിടെ നിന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങുന്നതായിരിക്കും. അവിടെ കൊറേ ആടുകൾ, കുഞ്ഞു കുഞ്ഞു ആടുകൾ താഴെ ഉണ്ട് കേട്ടോ. ഇതിന്റെ ഇടയില് ഒരു പട്ടിക്കൂട്ടനും കൂടെ ഉണ്ട് കേട്ടോ. കണ്ടോ, എനിക്ക് തോന്നുന്നു ഇവരെ ഗൈഡ് ചെയ്യുന്നത് പട്ടിക്കൂട്ടനാണെന്നാ തോന്നുന്നു. ഇതുവരെ പോയ വില്ലേജസിനെയും കാട്ടിയും കുറച്ചും കൂടെ ഡിഫറെൻ്റ് ആണ്. കാരണം ഇങ്ങനെ ശരിക്കും നോ ക്രൗഡ് എന്ന് പറഞ്ഞാൽ ശരിക്കും നോ ക്രൗഡ്. കുറച്ച് ചേച്ചിമാരൊക്കെ വരുന്നുണ്ട്. നോക്കിയേ വ്യൂ എന്ത് രസാ. സോ ഈ വഴി നേരെ പോയാൽ ഹംസ പാസിന്റെ ബേസ് ക്യാമ്പിന്റെ അങ്ങോട്ട് എത്താവുന്നതാണ് ഒരാളോട് ചോദിച്ചത് മനസ്സിലായത്. പക്ഷേ ഇനി അത്രയ്ക്ക് സമയം കാണുമെന്ന് തോന്നുന്നില്ല. കാരണം ഇപ്പോഴേ 6:30 ഇങ്ങനെ ഇരിക്കുന്നു ഇവിടെ. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ വന്ന് നോക്കാം. ഇവിടെ എന്തോ ഒരു നല്ല വ്യൂ പോയിന്റ് ഉണ്ടെന്ന് പറഞ്ഞു. ഇങ്ങോട്ട് പോയി നോക്കാം. കംപ്ലീറ്റ്ലി ഒരു ഡിഫറെന്റ് ലാൻഡ്സ്കേപ്പ്. ഈ ഒരു 2 ദിവസം ഉണ്ടായിരുന്ന പോലെ അല്ല. എന്ത് വലിയ മലയാണ് നോക്കുന്ന. മനുഷ്യന്മാരൊക്കെ എന്ന് പറയുമ്പോൾ ഇത്രയേ ഉള്ളൂ ജീവിതം. ഇത് നമ്മുടെ ഈ ലോകത്തൊന്നും ഒന്നുമല്ല എന്ന് മനസ്സിലാക്കും നമ്മൾ ഇങ്ങോട്ടൊക്കെ എത്തിയ. ഇവിടെ ഇപ്പം സമയം കണ്ടോ 6:53. നമ്മുടെ നാട്ടിലൊക്കെയാണ് ഈ സമയത്ത് കുറ്റാക്കുരുട്ടും ഒരു കൂട്ടം കൊതുകും കാണും. ഓക്കേ, ഇങ്ങനെയൊക്കെ വേറെ ഏത് സ്ഥലത്താ ഇങ്ങനെ കാണാൻ പറ്റുക? ഇന്ത്യയിൽ തന്നെ ഇങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ കണ്ടില്ലെങ്കിൽ ബാഡല്ലേ ഇതൊക്കെ. ഐ എം സോ സോറി ഗൈസ്. എനിക്ക് ഫോൺ ഓഫ് ചെയ്ത് വെക്കാൻ പറ്റുന്നത് കാരണം എന്ത് ഭംഗിയാന്നുണ്ടോ നിങ്ങൾക്ക്. ഞാൻ അവിടെ നിന്നൊരു 100 മീറ്റർ ഇപ്പുറത്ത് മാറിയതേ ഉള്ളൂ. എന്നാലും അയ്യോ, എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. ഇങ്ങനെ മുമ്പോട്ടുള്ള വഴിയിലോട്ട് അങ്ങ് നടക്കുക. ഇപ്പം കുറച്ചും കൂടെ ഭംഗിയില്ലേ കാണാൻ വേണ്ടി. താങ്ക് യു. ട്രിപ്പ് പോകുമ്പോൾ അല്ലെങ്കിലും പിന്നെ കുറച്ച് വൃത്തി കുറവും ഒരുങ്ങാനൊക്കെ ഭയങ്കര മടിയായിരിക്കും. അത് എനിക്കറിയില്ല, എല്ലാവരും അങ്ങനെ ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. പക്ഷേ അതൊക്കെ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. രാവിലെ ഈ തണുപ്പത്ത് എണീച്ചിട്ട് തന്നെ ഇങ്ങനെ വെള്ളം തൊടാൻ തന്നെ എന്തോ ബുദ്ധിമുട്ടാണ്. പിന്നെ ഇത്രയൊക്കെ ചെയ്യാൻ വേണ്ടി നോ ആ ഹാർഡ് വർക്ക് ഒന്നും നമ്മൾ ചെയ്യില്ല. അങ്ങനെ നമ്മൾ വീണ്ടും ജേർണി കണ്ടിന്യൂ ചെയ്യുവാണ്. ഇങ്ങനെ നടക്കുവാണ്. ഇരുട്ടുന്ന വരെ നടക്കും. പിന്നെ നമ്മുടെ കയ്യിൽ ഹെഡ് ലാമ്പ് ഉണ്ട്, അതുകൊണ്ട് ടെൻഷനൊന്നുമില്ല. പിന്നെ ഇവിടെ അത്യാവശ്യം
കുറച്ച് പട്ടികളും ഒക്കെ ഉണ്ട്, പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ എന്തല്ലോ, I would suggest every single human being on this earth to visit Satan once in their life, at least once in their life. Like, അമ്മാതിരി വ്യൂസ് ആണ്. മേ ബി ഇതിനും കാട്ടും വ്യൂസാണ് ഞാൻ എൻ്റെ വരുന്ന ജേർണിയിൽ കാണുമായിരിക്കും. പക്ഷേ സോഫാർ ഉള്ളത് വെച്ചിട്ട് Satan is must visit. പിന്നെ മണ്ടയിലോട്ട് കയറി വന്നപ്പോൾ ഇങ്ങനെ ഒരു വലിയൊരു വ്യൂ കിട്ടി. ഹായ് ഹായ് പറയുമ്പോ നോക്കുന്നുണ്ട്. ഹായ് അപ്പുറത്ത് നോക്കുന്നു. ഹായ്. കുറെ ആടുകളും ഉണ്ട്, ഞാനും ഉണ്ട് ഒരു സ്ഥലത്ത്. എന്നെ നോക്കുന്നുണ്ട് എന്നെ ഓട്ടിച്ചാ ഇവിടെ നിന്ന് ഒരൊറ്റ ഉരുളൊക്കെ ആയിരിക്കും താഴോട്ട്. ഞാൻ ഇവിടെ വീഡിയോ എടുക്കുന്ന കണ്ടിട്ട് സംസാരിക്കുന്നുണ്ട്, എല്ലാരും എന്നെ നോക്കുക കേട്ടോ. അവിടെ എല്ലാരും എന്നെ നോക്കുക. ഓക്കെ, കൊറേ ആടുകള്. അതിനെ ഗാർഡ് ചെയ്യാൻ വേണ്ടിയുള്ള 2 പട്ടികളാണെന്ന് തോന്നുന്നു. എന്നെ ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട്. നല്ല രസമില്ലേ? ഞാൻ കൂടുതൽ അടുത്ത് പോകുന്നില്ല, എനിക്ക് സോപ്പിച്ചാലോ. ഇപ്പം സമയം 8 മണിയാവുന്നു. ഇപ്പോഴാണ് ഇവിടെ നേരെ ഇരുട്ടുന്നത്. ലൈക്ക് നോക്കൂ,